നമ്മളിവിടെ നട്ടുച്ച സമയത്തല്ല നമ്മളിവിടുന്ന് എണീച്ച് ജിമ്മിന് പോവുക. മാൽദീവ്സിലാണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. ഇത് ഇവിടെ പോകുന്നത് നട്ടുച്ച ടൈമിനാണ്. ഉറങ്ങിണീക്കലേ ഏകദേശം ആ ടൈമിനാണ്. ഈ ഒരു വെയിലും കാര്യമെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ സമ്മറാണ്. വിൻഡോനെല്ലാം ഫുള്ള് ഗ്രില്ലെല്ലാം ഇട്ടിട്ട് ഷട്ടറും കൊടുത്തിട്ട് എന്താ പരിപാടി. അതിന് മാത്രം സ്വർണ്ണല്ലിൻ്റെ ഉള്ളിലുണ്ടാടേ. എന്തിനല്ല ആൾക്കാർ അതിക്രമിച്ച് കയറുന്നുണ്ടാ എന്നറിയില്ല. അല്ല ഇത് നോക്കറാ, നാട്ടിൽ ബാങ്കിനുണ്ടാവില്ല ഇത്രയും സെക്യൂരിറ്റി. ഗ്രില്ല് വേറെ, അതിൻ്റെ ഉള്ളിൽ ഷട്ടർ വേറെ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊഴുങ്ങൂലടോ. ഫീലിംഗ് എന്താ അറിയാം ഇവിടെ വരുമ്പോൾ. അതായത് തന്നെ ഇവള് വന്നിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന അവസ്ഥ. ഞാൻ ഇവളിങ്ങനെ ഫോളോ ചെയ്യാലാണ്ട് എനിക്കൊന്നും അറിയില്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ, പോകേണ്ടത്, വഴി. സംസാരിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് ചോദിച്ച് അറിയാൻ പറ്റും. ഇവർക്ക് ലാംഗ്വേജ് കിട്ടുന്നുണ്ടെങ്കിൽ അത് പറ്റുന്നത്. ഇവർക്ക് ഒരുവിധ ആൾക്കാരൊന്നും ഇംഗ്ലീഷ് സംസാരിക്കില്ല. എല്ലാതും നമുക്ക് വേറെ ഏത് രാജ്യത്തായാലും പോയിക്കാനാൽ സംസാരിച്ചിട്ട് വേറെ ഇനിയിപ്പോൾ ഏത് രാജ്യത്ത് ട്രാവൽ ചെയ്യുമ്പോൾ അത്യാവശ്യം അവരെ ആടെയുള്ള ആൾക്കാർക്ക് കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയായിരിക്കില്ല. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കണക്കായിട്ട് പോകാം. ഇവിടെ അങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ഫീലിംഗ് വരുന്നത് നമ്മളെവിടെയോ ലോസ്റ്റ് ആയ പോലെ. ഈ കടയിൽ പോയിട്ട് ഒരു സാധനം നമ്മൾ ചൂസ് ചെയ്തിട്ട് അവരെടുത്ത് കൊടുത്തതിന് അവരതിൻ്റെ ക്യാഷ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് എത്രയാണ് പറയുന്നത് നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഒരു കടയിൽ പോയി നമുക്കൊരു സാധനം നമ്മൾ കണ്ടില്ല, അവരോട് പറയണം ഇന്ന സാധനം വേണം, ഏത് ഭാഷയിൽ പറയണ്ടേ. ഇംഗ്ലീഷിൽ നമ്മൾ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പേർക്ക് ബിസ്ക്കറ്റ് അറിയില്ല. ഷെഫ് വിസാലിൻ്റെ വീട്ടിലുള്ള കട വിസാൽ. ഈ ക്യാമറ തൂക്കി നടക്കുമ്പോൾ തന്നെ എല്ലാവരും നോക്കണം. ഇവിടെ ആരും ഇതുപോലെ ക്യാമറ തൂക്കിയിട്ട് നടത്തുന്നുണ്ട്. എല്ലാവരും നോക്കിയിട്ട് ഇതൊന്നേ ഇവൻ ഏത് രാജ്യത്ത് നിന്ന് വന്നാണ് നോക്കുന്നുണ്ടാവുക. ബാഗെല്ലാം കണ്ടവർക്ക് ട്രാവലിംഗ് ആണ്. ജിമ്മിന് പോകുന്ന ആർക്കറിയാം, ബാക്ക് പാക്ക് ട്രാവലിംഗ്. ഇവിടെ കോഫി ഷോപ്പ് നമ്മൾ ഇവിടെ മാൽദീവ്സിലുള്ളവർ തന്നെ ഒരു സെറ്റപ്പ് കേട്ടോ. കോഫിയും കുടിച്ചിട്ട് 15 രൂപേൻ്റെ കോഫിയും കുടിച്ചിട്ട് 2 മണിക്കൂർ 3 മണിക്കൂറും പോസ്റ്റ് ആകുന്ന പരിപാടിയാണ് ഇവിടെ. അതുപോലെ തന്നെ തോന്നുന്നു. ഈ സാധനം ഇവിടെ കുത്തിന്നല്ലാണ്ട് ഇത് ഓണാക്കാൻ മറന്നുപോയി. എന്ത് കഷ്ടമാണ്. ഇതുപോലത്തെ ഒരു സാധനമാണ് ഈ സ്കൂട്ടർ ഇലക്ട്രിക്. ഇവിടെ എല്ലാ ടീംസും ഇങ്ങനെ എടുത്ത് കളിക്കുന്നതാണ്. സുഖമാണ് ഇവിടെ. ഓക്കെ, ജിമ്മത്തി പ്രോട്ടീൻ ചെയ്താലും വന്നിട്ട് അടിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തുകൊണ്ട് പ്രോട്ടീൻ വർക്കൗട്ട് ശേഷം ചെയ്യാം. അസ്സലാമു ചെറുതായിട്ട് വരുന്നുണ്ട്. ഞാനില്ല പഠിച്ച് പേരെടുത്തോളൂ. ഞാൻ മാക്സിമം ആർക്കും എടുങ്ങാറാത്ത രീതിയിൽ ക്യാമറ വെക്കുന്നു. എടുങ്ങാറായി 5 മിനിറ്റേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഒരുത്തം വന്ന് ക്രോസ് ചെയ്യാൻ നിന്ന്. ഒരു ഫ്ലിക്കറിങ് വരുന്നില്ലേ? അപ്പോൾ എന്തെങ്കിലും നമ്മൾ ക്യാമറ എടുത്ത് മൂവ് ചെയ്യുന്ന സമയത്താണ് പ്രശ്നം വരുന്നത്. ഇവിടെയും വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരുന്നില്ല കേട്ടോ. ഇവിടുന്ന് ഡമ്പിള് കണ്ടുപിടിക്കലും ഇല്ല ടാസ്ക്. മറ്റേ ഒരു എയർ ആടി ഉണ്ടാവും, ഒരു എയർ ഇതാ കണ്ട. ഒന്ന് വെസ്റ്റിൽ ഒന്ന് നോർത്തിലുള്ള. എനിക്ക് വെസ്റ്റ് നോർത്ത് ഏതാണെന്ന് അറിയില്ല, ഞാൻ പിന്നെ പറഞ്ഞെന്നുള്ളൂ. തെക്കും വടക്കും അറിയില്ല, എന്നറ വെസ്റ്റ് നോർത്ത്. വീഡിയോയിൽ പിന്നെ എന്ത് തെറ്റ് വന്നാലും പ്രശ്നം വന്നതിനാലും കളിയാക്കാൻ പിന്നെ പുറത്തുനിന്ന് ആരും വേണ്ട. അനിയൻ അൻവർ, ചങ്ങായിമാർ ധാരാളം. അതുകൊണ്ട് ഫസ്റ്റ് അവർ കഴിഞ്ഞിട്ടുള്ളതേ നമ്മൾ പ്രതീക്ഷിക്കണ്ടേനി. ആരും വാച്ച് ചെയ്യാനും തുടങ്ങിയിട്ടൊന്നുമില്ല. നിലവിൽ ഇവരൊക്കെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലീസ്, വേറെ പുറത്തുനിന്ന് ആരും വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഒന്നാമത് എനിക്കറിയില്ല ഇതെങ്ങനെ ചെയ്യണമെന്ന്.
ഇതിങ്ങനെയൊന്നുമല്ല എനിക്ക് ശരിക്കും അറിയാം. വീഡിയോ ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയൊന്നുമല്ല. പക്ഷെ എനിക്കറിയുന്ന രീതിയിൽ, എനിക്കാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് സെറ്റ് അടിച്ചത് ഇവിടെയാണ് ഈ ലോക്ക് ഉണ്ടായിരുന്നത്. കണ്ടോ, ഇവിടെ ഈ ലോക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ബോഡി വെച്ച് നോക്കുമ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നില്ല. ബോഡി ഭയങ്കര സൈസ് നല്ല വരുന്നേട്ടാ. ബോഡീൻ്റെ ഇത് വൈഡായതുകൊണ്ട് ഇത്രയും ക്ലോസ് ആയിട്ട് കിട്ടുന്നുള്ളൂ. പിന്നെ ഇത് ഊരിയിട്ട് നോക്കി, ഊരിയിട്ട് അന്നേരം ഇവിടെ തായോളം കിട്ടി, ലാസ്റ്റ് കിട്ടി. എന്നിട്ട് നമ്മളിങ്ങനെ നെരുങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറിക്കാനത് സെറ്റാണ്. ഇതുണ്ട് ഇവിടെ ഫ്ലോർ ചെയ്തിട്ടുള്ള മറ്റേ എന്നാ പറയാ ടീക്ക അങ്ങനെ എന്തോ പറയാം, എനിക്കറിയില്ല. ഇവിടെ ഈ വുഡിൻ്റെ പോലത്തെ ടൈല് സാധനം അതൊന്നും ഫ്ലോറിൽ ചെയ്തിട്ടില്ല. അപ്പോൾ റബ്ബറല്ല, നമ്മൾ എടുത്ത് ഇതുണ്ട്. ഞാൻ വെയിറ്റ് എടുത്തിട്ട് ഇങ്ങനെ സ്ലൈഡായിട്ട് പോവാം. നിലവിൽ ഞാൻ ഇവിടെ ആരോടും സംസാരിച്ചിട്ടില്ലല്ലോ, ആരായിട്ട് കമ്പനി ആയിട്ടില്ല. പൊതുവെ ഞാൻ അവിടെ പോയി ഇങ്ങനെ പെട്ടെന്ന് ടീമാണുണ്ട്. പക്ഷെ ഇവിടെ ആരായിട്ട് നിലവിൽ സംസാരിച്ചിട്ടില്ല. ഇവർ വിചാരിക്കേണ്ട ഇവൻ വലിയ ചാടത്തിൻ്റെയാണ്. ഏത് ഭാഷയിൽ ഇവരോട് സംസാരിക്കും, അതാണ് ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നില്ല ഇവിടെയുള്ള ഏതെങ്കിലും കുറച്ച് ഇംഗ്ലീഷ് ഇവിടെ ഇപ്പം നിലവിൽ ആരോടെങ്കിലും ഒന്നും മുട്ടാൻ വേണ്ടി സംസാരിച്ച് തുടങ്ങാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ അങ്ങോട്ടേക്ക് പറഞ്ഞാൽ അവർ ഇങ്ങോട്ടേക്ക് പറയുന്നത് ദർജലി. പക്ഷെ അറിയുന്ന ആൾക്കാരുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ കിട്ടിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ തള്ളി കുറച്ച് മാലിക്ക് തള്ളും, കുറച്ച് ഇന്ത്യൻ തള്ളും, കേരള തള്ളെല്ലാം തള്ളിയിട്ട് ക്ഷമയിലെടുക്കുക. പക്ഷെ കിട്ടേണ്ട ഒരു അവസരം, തള്ളാനുള്ള അവസരം കിട്ടുന്നില്ല. നോക്കാം, കിട്ടും. ഏതെങ്കിലും ഒരുത്തനുണ്ടാവും, ഏതെങ്കിലും ഒരു ഹതഭാഗ്യം ഉണ്ടാവും, വിധിച്ചിട്ടുണ്ടാവും, അവൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. സൗണ്ട് കേട്ടില്ലേ നിങ്ങളെ? ക്രാക്ക് സൗണ്ട്. ഷ്രഗ് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ സൗണ്ട് വരുന്നുണ്ട്. മൈക്കിൽ വന്നതെന്നറിയില്ല. ഞാനെന്തിനാ വീണ്ടും ക്യാമറൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ തലയിട്ടിട്ട് വർത്താൻ പറയുന്നത്? സാധനമുള്ള മറന്നു പോകുന്നു. ചത്തോന്തേ, അതിൻ്റെ ഉള്ളിൽ AC ഇല്ലാത്തതുകൊണ്ട് ഇത്ര ഇതാണ്. ഞാൻ കരുതി ഞാൻ മാത്രമേ വേർക്കുള്ളൂ. ആടെ ഒരുത്തും വേർത്ത് കുളിച്ചിട്ട് എൻ്റെ ടീഷർട്ട് പീഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1.5 ലിറ്റർ ബോട്ടിലും കുടിക്കുന്ന വെള്ളം ബോട്ടിൽ ഫില്ലാക്കും. എനിക്ക് വീണ്ടും റീഫില്ല് ചെയ്യുക. ഇതിൻ്റെ കളറെല്ലാം കണ്ട, ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ ആൾക്കാർ വിചാരിക്കും ഞാൻ കൊണ്ടുവരാണ്. ഇത് ഓള് തന്നെ, ഓളുടെ വല്ലതും ഗേളിഷ്. ഇതൊന്നും ഇങ്ങനെ ആക്കി വെച്ചിട്ട് നേരെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആളില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെയെല്ലാം പണിയെടുക്കുന്നില്ല. ആരാന്ന് മെയിൻ്റെനൻസ് ആരെങ്കിലും ഉണ്ടാവില്ലേ? ഞാനൊന്നും ചെയ്യില്ല. എക്സ്ക്യൂസ് മീ, can you ask for that roti? Same one, okay? Yeah, same, that 23. Huh? Cousin? No, not the cousin. Way and BCA. Izu? Huh? Izu? Ah, yes, the first one. What? Izu? Ah, yes. Izu.
മനസ്സിലായില്ല ഇസു ISO ഇസു തന്നെയാണ് എനിക്ക് പറയല് ഇസു എന്നാ പറയുന്ന പോള് ഒരു മിനിറ്റ് എക്സ്ക്യൂസ് മീ ഹൗ ക്യാൻ ഐ യൂസ് ദാറ്റ് മസാജ് ചെയർ അവിടെ വരുന്നുണ്ട് കോയിൻസ് I think I don't have ഇല്ല I have 5 coin. This is 5 1 dirham. Huh? 1 dirham is 10 dirham. 1 dirham means not 5 can't use. No, no. Can you just Okay, you give me coins. No, no. Huh? Digit. For the massage. Not this one. And then give me. Can you show me how to digit? How much for that? 20 dirham. Come the cake. 20 دقيقة 20 minutes ne 20 Thank you. ശുക്രാൻ. ഒരു 20 മിനിറ്റ് മസാജും കൂടി ചെയ്യട്ടെ. മസാജ് ചെയർ മസാജ് ഇവള് ചെയ്യുന്നതല്ല കേട്ടോ, മസാജ് ചെയർ ഇവള് വരുന്നുണ്ടിട്ട് വിചാരിക്കണ്ട ഇവളാ ചെയ്ത് തരാൻ പോകുന്നത്. എൻ്റെ പോലും കഴിയൂല. اجلس كده. اوكي. يديك. هنا. 请扫码体支付成功，很高兴为您服务。 ഇപ്പം ബേക്കിൽ കിട്ടുന്നുണ്ട്. ഓടാ കടന്നു കഴിയുമ്പോൾ നെക്കിനും വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗുഡ് എന്ന് വെച്ചാൽ ഗുഡ് എന്ന് പറയാനുണ്ട്. ഇപ്പം വേറൊന്നും വഴിയില്ലല്ലേ, 20 കൊടുത്ത് കഴിഞ്ഞ് മിനിറ്റ് ആയിനാ. 20 മിനിറ്റൊന്നും ആയിട്ടില്ലടാ, അത്ര ഒരു 10 മിനിറ്റ് ആയിട്ടില്ല. അപ്പോഴത്തേക്ക് ഓഫായി സാധനം. ഉടായിപ്പ് മസാജ് ഇങ്ങനെ എല്ലായിടത്തും മറ്റേ മെഷീൻ്റെ ബോൾസ് ഇങ്ങനെ ഉണ്ട് കറങ്ങുക തന്നെ. വലിയ സുഖമൊന്നുമില്ല. തായ്ലൻഡ് മസാജിൻ്റെ സുഖമൊന്നുമില്ല. തായ്ലൻഡ് മസാജ് അല്ല കേട്ടോ, സുഖമാണ്. ഞാൻ തായ്ലൻഡ് മസാജൊന്നും ചെയ്യല്ലേ, അതിതും പറഞ്ഞിട്ടുണ്ടാക്കില്ല. ഞാൻ തന്നെ അങ്ങനത്തെ കുഴിത് കൊണ്ടുപോവാ. ഞാനാകെ പോകുന്ന ഫുഡ് ട്രബിൾ അവിടുന്ന് മസാജ് ചെയ്യൽ. മുന്നേ ഇപ്പൊന്നും പോക്കില്ലടേ. ഫുഡ് ട്രബിൾ മസാജ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ എനിക്കിവിടെ മറ്റേ ബേക്കിൽ ഹാംസ്ട്രിങ്ങിൻ്റെ മറ്റേ സിയാറ്റിക്ക നെർവ്സിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ നമ്മളെ ഷിജാസിൻ്റെ അടുത്തേക്കാണ് ഫിസിയോ ചെയ്യാൻ വേണ്ടി പോയേ. എന്നിട്ട് എന്തൊക്കെ ഒരു മാറ്റം വേണ്ട. കുറച്ച് ദിവസം ചെയ്യുമ്പോൾ മാറ്റത്തിനായിട്ട് വലിയ വിഷമം എന്ന് വെച്ചാൽ അവിടെ കൊടുക്കുന്ന പൈസ ഒരു ദിവസം 900 റുഫിയല്ലാന്ന്. എന്നാൽ ഇത് കഥ. ഞാൻ 2 ദിവസം 3 പ്രാവശ്യമായിട്ടാണ് പോയി. പിന്നത്തെ പ്രാവശ്യം അവർ ബുക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ് ക്യാൻസലാക്കുന്നത്. എന്നിട്ട് അവർ ചോദിച്ചു എന്താ ക്യാൻസലാക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഇൻഷുറൻസ് ഒന്നുമല്ല, സാലറിയിൽ നിന്ന് ഈ സാധനം കൊടുക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. ഷിജാസെ നീയാന്ന് തന്നെ അടുത്തേക്ക് കൊണ്ടുപോയേ. ഇഷ്ടംപോലെ മസാജ് സ്റ്റൈലുണ്ട് ഇവിടെ മാലിയിൽ. തായ്ലൻഡിലൊന്നും പോയേ ചെയ്യരുത് കേട്ടാ. ഇവിടെ ഇപ്പം മറ്റേതാ പരിപാടി ഫുള്ള് മറ്റേതാ, നല്ല പ്രകോപനം. എന്നിട്ട് നിങ്ങളെ നല്ല ട്രാക്കിലേക്ക് കൊണ്ടുവരും. അതാ പരിപാടി. എക്സ്ട്രാ സർവീസാണ് കംപ്ലീറ്റ്. അതുകൊണ്ട് ആ ഭാഗത്തേക്കേ പോകരുത്. മസാജ് വേണമെന്നുള്ളവരെ മറ്റേ വേണമെന്നവർ പോയോ അവരിഷ്ടം. അപ് ടു ദം. മസാജ് വേണമെന്നുണ്ടെങ്കിൽ മസാജായിട്ട് ഒരു സീരിയസ് ആയിട്ട് മസാജാണ് ഉദ്ദേശിക്കുന്നവർ ഇവിടെ മാലിലൊക്കെ ഉണ്ട്. ഫുഡ് ട്രബ് എന്ന് പറഞ്ഞിട്ട് നല്ല മസാജാണ്. അവരോട് പറഞ്ഞാൽ സ്പോർട്സ് മസാജ് ചെയ്ത് തരും. അല്ലെങ്കിൽ സാധാ നോർമലായിട്ടുള്ള റിലാക്സേഷൻ മസാജ് ആണെങ്കിൽ അതുകൊണ്ട്
അങ്ങനെയെല്ലാം ചെയ്യുക, അതെല്ലാം ഓക്കെയാണ്. ഞാൻ തായ്ലൻഡിൽ പോയ സമയത്തും അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. അത് നോർമൽ മസാജ് തന്നെ ചെയ്തിട്ടുണ്ട്. ഉടായിപ്പൊന്നല്ലടി, ഞാൻ അത്ര ഉടായിപ്പൊന്നുമല്ല. അങ്ങനെ പലരും പറയും, പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മളെ കാണുമ്പോൾ അങ്ങനെ തോന്നിയ. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഇതില്ലേ, വെയിലിങ്ങനെ കത്തുന്നുണ്ടെങ്കിലും ആ കാറ്റിനടുത്ത് ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു തണുപ്പ്, ഭയങ്കര കോൾഡ് അല്ല. ഒരു നാട്ടിലെല്ലാം പോലെ ഒരു പുകയുന്നില്ല, പുകച്ചിലില്ല. ഭയങ്കരമായിട്ടൊരു കാറ്റിന് തന്നെ ഒരുമാതിരി വാമമായിട്ടുള്ള കാറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ഇത് റിലാക്സ്ഡാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ സമ്മർ ഇതുപോലെയാണെന്ന് വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ പണിയാവും. എനിക്ക് ഈ സമ്മർ അത്ര വലിയ ഇഷ്ടമില്ല. മാൽദീവ്സിലെല്ലാം നല്ല ചൂടാണ്. പക്ഷെ മാൽദീവ്സിന് ഇത്രയും ചൂടെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ, ഞാൻ വെക്കേഷന് പോയ സമയത്ത് നാട്ടിലെന്ന അവസ്ഥ വെച്ചാൽ നാട്ടിൽ സഹിക്കാൻ പറ്റുന്നില്ല. മാൽദീവ്സിൽ പിന്നെ നമ്മൾ ഓക്കെ ആയി, സെറ്റായത്. പക്ഷെ നാട്ടിൽ നമുക്ക് എന്നാ അറിയടാ, ഭയങ്കര ചൂടിങ്ങനെ മുഖത്ത് അടിക്കുന്ന കാറ്റെല്ലാം. അതൊരു വിഷയം കേട്ടോ. അതെന്നാ സംഭവം, നാട്ടിൽ ഇത്രയും മരവും തേങ്ങയും തെങ്ങെല്ലാം ഉണ്ടായിട്ട് നാട്ടിലെ ചൂടൊന്നും ഇങ്ങനെ പോയി അറിയില്ല. എല്ലാത്തിനും ഓരോരോ ശാസ്ത്രീയ വശമുണ്ട്, അത് നമുക്കറിയില്ല, അതാണ് പ്രശ്നം. പക്ഷെ ഇതെല്ലാം നമ്മുടെ നാട്ടിലൊരു കോളനിയെല്ലാം പോലെ ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഒരു ഓർഡറിൽ ചെയ്തിട്ടില്ലേ. ഓക്കെ, മുകളിൽ ചിലപ്പോൾ വിൻഡോ പറഞ്ഞിട്ട് ആരും കുളിക്കുന്നുണ്ടെങ്കിൽ അടി വീഴലായിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അപ്പുറം ഇപ്പുറം വീടുണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്യോ. Hi bro. Hi. We are giving some subscription plan for Wi-Fi. Would you like to join our company? Please, you have to listen the offers we can provide, and later you decide. Monthly 500 GB, you have to pay only 10 dirham. Would you like to join? 500 GB. 5G plus. 5G not yet arrived in Morocco, but we are bringing from other country directly 5G to your home. not arrived. I don't think. No, we have. Yeah. Okay. Yeah, Then our Wi-Fi. we will provide 6G directly from satellite to your home. Would you like to join? I have to pay, then they will give me. Yeah, we will give. We are the provider. Would you like to join? 10 dirham per month. But you have to pay for the modem $5,000. Rest of the month you have to pay only. First you pay $5,000, then rest of the month you have to pay only 10 dirham, $1. Think about it. Good offer. Unbelievable. And 6G, you are getting 6G, not like 5G. 6G will get. Would you like to join? Give me your information and we will provide our bank account. You transfer the $5,000. Then tomorrow I will bring the modem. Then tomorrow, Is that okay? You will not send me any Wi-Fi. No. We are coming. We will go to satellite and bring the modem to your home. We have to go today to bring the 6G. And From tomorrow, satellite, we have the satellite system there. So we go there and bring the cable to your home. From the sky. Yeah, yes. Space we have to go. Go, bro. So what do Go you enter- think? It's a enter- good deal. Enter.